എന്താണ് ശരിക്കും നിഷ ഇടുക്കിയുടെ ഒരു വരുമാന മാർഗം എങ്ങനെയാണ്? വരുമാന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉപ്പു എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചൊരു 4 ഏക്കറോളം കൃഷിയുണ്ട്. അത് അന്വേഷിച്ച് അറിയാവുന്നതാട്ടോ. അവിടെ ആദിവാസി മേഖലയാണ്, അവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി കൂടുതലുണ്ട്. അപ്പൊ അവിടെ കുരുമുളക്, റബ്ബർ ഒക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ വരുമാനം നമ്മൾ തന്നെയായിരുന്നു. അതായത് കൃഷിയുണ്ട് പ്രധാന വരുമാന മാർഗം അല്ലേ? അതെ. താങ്കളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതുവരെ എത്തിയ ഒരു അത് ഫിലിം വർക്ക് തന്നെയാണ്. പ്രൊഡ്യൂസർ ആയിട്ടാണോ അതോ ആക്ടർ ആയിട്ടാണോ? അല്ല, പ്രൊഡ്യൂസർ ആയിട്ട് വന്നപ്പോഴാണ് ഇച്ചിരൂടെ വഴിത്തിരിവായി എന്നെ ആളുകൾ അറിയാൻ തുടങ്ങിയത്. അതിനു മുന്നേറ്റ് കുറച്ച് കോർഡിനേറ്റർമാർക്ക് കുറച്ച് ആ ഗ്രൂപ്പിലുള്ള കുറെ ആളുകളൊക്കെ അറിയാവുന്നുള്ളൂ. അതിനൊക്കെ ഒരു നിമിത്തമായത് നമ്മുടെ ഈ അലിൻ ജോസ് പെരേരയും അവരൊക്കെ തന്നെ. ഇപ്പൊ അവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? ഞങ്ങള് വിളിക്കാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. ആരും പിണക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അവരുടെ കാര്യങ്ങളായിട്ട് പോകുന്നു, ഞങ്ങളുടെ കാര്യങ്ങളായിട്ട് എല്ലാരും ഓരോ വഴിയിലൂടെ. ഇപ്പൊ എല്ലാരും തിരക്കായി അല്ലെ? എല്ലാവരുടേതായ ഒരു കാര്യത്തിൽ തിരക്കായി. ഇനിയിപ്പോ ഇവരെ വെച്ചിട്ട് ഒരു വർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാവോ? ഉടനെ ഇല്ല, ഒരു 3-4 മാസത്തിനുള്ളിലേ നോക്കുന്നുള്ളൂ. ഇപ്പൊ ഒരു ആൽബം ഷൂട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അത് റിലീസ് ചെയ്യാൻ ചെയ്തിട്ടില്ല. അത് ഒരു ഡേറ്റ് ഇടണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ തുടർന്ന് എങ്ങനെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ മുന്നോട്ട് പോകാനാണോ ഒരു ആക്ടർ എന്ന നിലയിൽ മുന്നോട്ട് പോകാനാണോ? എനിക്കിപ്പോ ഷോർട്ട് ഫിലിം ഇങ്ങനെ പിടിച്ച് അതൊരു വരുമാനത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചാന്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഷോർട്ട് ഫിലിം, ആൽബം, മ്യൂസിക് അങ്ങനെയൊക്കെ. അതായത് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലാതെ അഭിനയമല്ല, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ കഥ എഴുതുക, ഡയറക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും അതിനുള്ള കഴിവൊന്നുമില്ല. കഥ എഴുതാനുള്ള കഴിവൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശ്രമിച്ചിട്ടില്ല. അല്ലാതെ ഇനിയിപ്പോ സിനിമയില് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? സിനിമയില് ലാസ്റ്റ് ഞങ്ങൾ പോയത് ചോലവിസ്കി. അതിനുശേഷം ഓർമ്മ എന്നെ വിളിച്ചിരുന്നു. ചെറിയൊരു ഡയലോഗുള്ള സീനായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ വിളിക്കും, ഇപ്പോഴും എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് എപ്പോഴെങ്കിലും ഒക്കെ? അടുത്ത് ചെയ്ത ഏറ്റവും അവസാനം ചെയ്ത ചോലവിസ്കി. അതിനുശേഷം വിളിച്ചു പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോ ആൽബം ഇറങ്ങാനുണ്ട് അല്ലേ? ഇറങ്ങാനുണ്ട്. ഇപ്പൊ താങ്കളുടെ ജീവിതത്തില് ഒരു സ്ത്രീ എന്ന നിലയിൽ താങ്കളെ ഏറ്റവും സ്വാധീനിച്ചൊരു വ്യക്തി ആരാണ്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ എല്ലാരും ഒരു റോൾ മോഡൽ ആരാണ്? അങ്ങനെ അതായത് താങ്കളുടെ ലൈഫിൽ ഇൻസ്പയർ ചെയ്തൊരു വ്യക്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഉർവശി ചേച്ചിയുടെ അഭിനയം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അവരുടെയൊക്കെ അഭിനയമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഉർവശി ചേച്ചി, നമ്മുടെ ശോഭന ചേച്ചി, മഞ്ജു വാര്യർ, അവരൊക്കെ അഭിനയിക്കുന്നെല്ലാം ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. താങ്കളുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ്? അതായത് കരിയറായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു ദിവസം തള്ളി നീക്കുന്നത്? ഒരു ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴത്തെ രീതി ഫോൺ എടുക്കുക, കളിക്കുക, വീട്ടുകാരെ വിളിക്കുക, എവിടെയൊക്കെ കറങ്ങാൻ പോവുക, അങ്ങനെയൊക്കെ തന്നെ. കറങ്ങാൻ ഭയങ്കര ഇഷ്ടം. കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടം. അല്ല, ചിലപ്പോ ഒറ്റയ്ക്ക് ഞാൻ പോകാറുണ്ട്. സിനിമ കാണാനൊക്കെ ഒറ്റയ്ക്കാ പോകുന്നത്, തിയേറ്ററിലൊക്കെ. സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി താങ്കളുടെ ലൈഫിൽ വന്നൊരു മാറ്റം എന്താണ്, ചേഞ്ച്? അത് പുറത്തിറങ്ങുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അത് നല്ല രീതിയിലാണോ എടുക്കുന്നത് അതോ? അല്ല, കാണുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിലാണ്. നമ്മുടെ അടുത്ത് വന്ന് സെൽഫി ഒക്കെ എടുക്കാറുണ്ട്, പിന്നെ ചോദിക്കാറുണ്ട് സോഷ്യൽ മീഡിയ കാണുന്ന നിഷയല്ലേ എന്നൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറയാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. നമ്മൾ അറിയില്ലാത്ത ആളുകൾ പുറത്ത് വേറെ ജില്ലക്കാരൊക്കെ വന്ന് പരിചയപ്പെടുന്നുണ്ട് എവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ.